നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പൊളിച്ചുകൊണ്ടിരിക്കുന്ന തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മണ്ണ് കടത്തുന്നു. പ്രതിപക്ഷ കൗൺസിലർമാർ ലോറി തടഞ്ഞു. പഠന ഗവേഷണ മേഖലകൾക്ക് ഊന്നൽ നൽകി MG സർവകലാശാല ബഡ്ജറ്റ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സാറ്റലൈറ്റ് ക്യാമ്പസ് സ്ഥാപിക്കും. സ്കൂളുകളിൽ ബോധവൽക്കരണ യജ്ഞം നടത്തും. എലിക്കുളം പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ ടൂറിസം പദ്ധതികൾക്ക് കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. വാർത്തകൾ വിശദമായി. പൊളിച്ചു നീക്കുന്ന കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും അനധികൃത മണ്ണെടുപ്പ്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാൻ കരാർ എടുത്തവരാണ് അനധികൃതമായി മണ്ണ് കടത്തിയത്. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ചേർന്ന് ലോറി തടഞ്ഞ് മണ്ണെടുപ്പ് നിർത്തിവെച്ചു. പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും അനധികൃത മണ്ണെടുപ്പ്. പഴയ കെട്ടിടം ഏറെക്കുറെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇവിടെ നിന്നും വ്യാപകമായി മണ്ണെടുപ്പ് നടത്തിയത്. 150 ലോഡ് മണ്ണ് ഇവിടെ നിന്നും കടത്തിയതായാണ് വിവരം. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ചേർന്ന് ലോറി തടഞ്ഞ് മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. നഗരസഭയുടെ അനാസ്ഥയാണ് അനധികൃത മണ്ണെടുപ്പിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് ഷീജ അനിൽ കുറ്റപ്പെടുത്തി. ആളുകള് ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്ന പ്രദേശം കണ്ടില്ലേ, എത്ര അടി താഴ്ചയും മണ്ണെടുത്തോണ്ടായത്. ഇത് തറനിരപ്പിൽ നിന്ന് മണ്ണെടുക്കാനുള്ള എഗ്രിമെന്റോ വ്യവസ്ഥയോ ഈ കരാറിൽ ഇല്ല എന്നിരിക്കെ ഇപ്പം 100 കണക്കിന് ലോഡ് മണ്ണാണ് ഇതിന്റെ 2 വശത്തുനിന്നും എടുത്തുകൊണ്ട് പോയേക്കുന്നത്. അത് ഇനിയിപ്പം നഗരത്തിലെ ഏത് വെള്ളം ഒഴുകി വന്നാലും ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. ഈ നഗരസഭാ ഓഫീസിന്റെ മുൻവശത്താണ് ഇത്രയധികം അഴിമതി നടന്നിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാർ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. അല്ലെ, ഇതിന്റെ പുറകിൽ ആരൊക്കെയോ വലിയ കൂട്ടുകെട്ടുകളുണ്ട്. അത് എന്തായാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നെടുത്ത ഒരു നുള്ളു മണ്ണ് പോലും ഈ തറനിരപ്പിൽ നടിയുന്നെടുത്ത മണ്ണ് തിരിച്ചിവിടെ കൊണ്ടിടുക എന്നുള്ളത് ഞങ്ങളെ ജനപ്രതിനിധികളുടെ പൊതുവികാരമായിട്ട് തന്നെ ആണ്. എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിന് കൂട്ടുനിന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇവിടെ നിന്നും കൊണ്ടുപോയ മണ്ണ് തിരികെ എത്തിക്കണമെന്നും കരാറുകാരന്റെ പക്കൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും നഗരസഭാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പല കെട്ടിടങ്ങളും പല കാലാവധിയിൽ പണിതാ. ആദ്യത്തെ കെട്ടിടം 58 പണിതാ, രണ്ടാമത്തെ 68 പണിതാ, മൂന്നാമത്തെ 71 പണിതാ, നാലാമത്തെ ഇത് 73 പണിതാ. ഇതിന്റെ എല്ലാം ഫൗണ്ടേഷൻ സ്റ്റോൺ ഇതിൽ ഉണ്ടായിരുന്ന ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. കോടതി കൊടുത്തപ്പോൾ 50 വർഷം മുമ്പുള്ള ഒരു കെട്ടിടമൊന്നും മാത്രമേ ഉള്ളൂ. കെട്ടിടം ബലക്ഷയമാണ്. പൊതുജനങ്ങളുടെയൊക്കെ സ്വത്തിനും ജീവനും അപകടം ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പഠന ഗവേഷണ മേഖലകൾക്ക് ഊന്നൽ നൽകി 715 കോടി രൂപയുടെ MG സർവകലാശാല 2024-25 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തിരുവല്ലയിൽ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തയുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാറ്റലൈറ്റ് ക്യാമ്പസ് സ്ഥാപിക്കും. പഠന ഗവേഷണ മേഖലകൾക്ക് ഊന്നൽ നൽകി 715 കോടി രൂപയുടെ MG സർവകലാശാല 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. തിരുവല്ലയിൽ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തയുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാറ്റലൈറ്റ് ക്യാമ്പസ് സ്ഥാപിക്കും. മാർ തോമസ് സഭ സർവകലാശാലയ്ക്ക് നൽകുന്ന 5 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുക. സർവകലാശാലയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസിൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പ്രോഗ്രാം, സർവകലാശാലയുടെ സ്ഥാപനങ്ങളും ക്യാമ്പസുകളും ലഹരിമുക്തമാക്കുന്നതിന് കർമ്മ പദ്ധതി, സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനു വേണ്ടി മഹാത്മാ ആർക്കൈവ്സ്, ഭരണവിഭാഗത്തിൽ ഗാന്ധി സ്മൃതി ഡിജിറ്റൽ തിയേറ്റർ എന്നിവ ആരംഭിക്കും. ഈ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അക്കാദമിക് കാർണിവൽ നടത്തും. സർവകലാശാല ക്യാമ്പസിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ യവനിക ക്യാമ്പസ് കാർണിവൽ നടത്താൻ 10 ലക്ഷം രൂപ ലഭ്യമാക്കും. വിദ്യാർത്ഥികൾക്ക് പഞ്ചിംഗ് സൗകര്യം, RFID തിരിച്ചറിയൽ കാർഡ് എന്നിവ നൽകാനും പദ്ധതിയുണ്ട്. അക്കാദമിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള പദ്ധതികളിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പദ്ധതി. അറിയാം, ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് ആവശ്യം. ഇന്ന് കേരളത്തിലാണെങ്കിലും കേരളത്തിന് വെളിയിലാണെങ്കിൽ പോലും ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഫുഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു പദ്ധതി, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മാർ തോമസ് സഭ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു 5 ഏക്കർ സ്ഥലമുണ്ട് തിരുവല്ലയിൽ. അവിടെ മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിൽ മാർ ക്രിസോസ്റ്റം സാറ്റലൈറ്റ് ക്യാമ്പസ് ഫോർ ഇന്നൊവേറ്റീവ് ലേണിംഗ് ആൻഡ് റിസർച്ച് എന്ന ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ഒരു സാറ്റലൈറ്റ് ക്യാമ്പസ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു സാറ്റലൈറ്റ് ക്യാമ്പസ് തിരുവല്ലയിൽ ആരംഭിക്കുന്നു എന്നുള്ള
സന്തോഷം ഞാനിതിൽ പങ്കുവയ്ക്കുന്നു. സമ്പൂർണ്ണ സൗരോർജ്ജ ക്യാമ്പസിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാമ്പസിൽ എല്ലാവർക്കും 24 മണിക്കൂറും സൗജന്യ വൈഫൈ സേവനം ലഭ്യമാക്കാൻ കസ്തൂർബ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ, വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ സ്കൂളുകളിൽ ഉൾപ്പെടെ ബോധവൽക്കരണ യജ്ഞം എന്നിവയും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിന് 50 ലക്ഷം രൂപയും ഇതിനായി ഇന്റർ സ്കൂൾ സെന്റർ എന്ന നിലയിൽ കേന്ദ്രം ആരംഭിക്കാനും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. MG സർവകലാശാല വാർഷിക ബജറ്റ് സർവകലാശാല ധനകാര്യ ഉപസമിതി കൺവീനർ ഡോക്ടർ ബിജു തോമസ് ആണ് വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ബീന മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബജറ്റ് അവതരിപ്പിച്ചത്. 715.18 കോടി രൂപ വരവും 746.42 കോടി രൂപ ചെലവും 31.24 കോടി രൂപ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ ടൂറിസം പദ്ധതികൾക്ക് കഴിയുമെന്ന് KV ബിന്ദു പറഞ്ഞു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ പാലാ പൊൻകുന്നം റോഡരികിൽ ഇളംകുളം ചന്തവളവിന് സമീപം എലിക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 4-ാം മൈലിന് സമീപം ചന്തവളവിലാണ് ഹൈവേ നിർമ്മാണത്തിനിടെ ബാക്കിയായ സ്ഥലത്ത് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. വാഹനങ്ങൾ നിർത്തിയിടാൻ സ്ഥലമുണ്ട്, ഒപ്പം ശൗചാലയ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് എലിക്കുളം പഞ്ചായത്ത് നടത്തുന്നതെന്ന് KV ബിന്ദു പറഞ്ഞു. പഞ്ചായത്തുകളുടെ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ ടൂറിസം പദ്ധതികൾക്ക് കഴിയുമെന്നും KV ബിന്ദു പറഞ്ഞു. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. ഗ്രാമപഞ്ചായത്തുകളുടെ വരുമാനം, തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കടമ തന്നെയാണ്. അത് ടൂറിസത്തിലൂടെ നമുക്ക് സാധ്യമാക്കുവാൻ വേണ്ടി കഴിയും. തനത് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിരവധി പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി പദ്ധതികൾ നമുക്ക് തനത് വരുമാനം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് നാട്ടിലെ ആളുകൾക്കാകെ പ്രയോജനമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് S ഷാജി അധ്യക്ഷനായി. ശനിയാഴ്ച തൊട്ട് വീണ്ടും നട തുറക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം അടുത്ത ദിവസമുണ്ട്. അപ്പം ഇതുകൊണ്ട് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് ഇവിടെ വിശ്രമിക്കുവാനും കുളിക്കുവാനും മറ്റു കാര്യങ്ങൾ നിർവഹിക്കുവാനും അവർക്ക് കാപ്പുകുടിക്കുവാനും ഇവിടെ അവർക്ക് വിശ്രമിക്കുവാനും ഒക്കെയുള്ള ഒരു ചെറിയ പാർക്കിന്റെ അനുഭവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിഭാവന ചെയ്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ ലഘുഭക്ഷണശാലയും ഇതോടനുബന്ധിച്ചുണ്ടാകും. ഇതിനോട് ചേർന്നുള്ള ഉദ്യാനത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി വരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മറ്റക്കര മണൽ പാടശേഖരത്തിൽ വിത്തുത്സവം നടന്നു. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ കുട്ടികൾ കാവുംപടി തോട്ടുംപാടം നെല്ലുൽപാദന പാടശേഖര സമിതിയുടെ പാടത്തിൽ വിത്തുകൾ വിതച്ചു. അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ രാജേഷ് കെ രാജു പ്രോഗ്രാമിന് നേതൃത്വം നൽകി. USS സ്കോളർഷിപ്പ് പാസ്സായി ഉയർന്ന മാർക്ക് നേടിയ 40 കുട്ടികൾ അടങ്ങുന്ന പ്രോഗ്രാമാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ധർമ്മപതാകയും വഹിച്ചുള്ള രഥഘോഷയാത്ര നാഗമ്പടത്ത് നിന്നും പുറപ്പെട്ടു. പതാക ഘോഷയാത്ര സമ്മേളനം ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശിവഗിരിയിൽ ഉയർത്തുന്ന ധർമ്മപതാകയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാഗമ്പടത്തു നിന്നും പുറപ്പെട്ടു. നാഗമ്പട ക്ഷേത്രാങ്കണത്തിലെ ശിവഗിരി തീർത്ഥാടന അനുമതി സ്മാരക പവലിയിൽ കൂടിയ പതാക ഘോഷയാത്ര സമ്മേളനം അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവന്റെ ആശയങ്ങൾ ഇവിടെ നിന്നാണ് അനുമതി കൊടുത്തത് തീർത്ഥാടനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്ര നിർമ്മിതിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. മാത്രമല്ല പഞ്ചശുദ്ധി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ തീർത്ഥാടനം, അറിവിന്റെ തീർത്ഥാടനം, എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാൻ, നമ്മളെല്ലാം ഒരേ മക്കളാണ്, ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിവ് ലോകമെങ്ങും വ്യാപിക്കുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് പതാക കൈമാറി. യൂണിയൻ പ്രസിഡന്റ് M. മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗം കൗൺസിലർ MG തങ്കപ്പൻ, യൂണിയൻ സെക്രട്ടറി R. രാജീവ്, കൗൺസിലർ MG സജീഷ് കുമാർ, വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ SNDP യോഗ യൂണിയനുകളുടെയും മറ്റു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് 6 മണിക്ക് ശിവഗിരി മഹാസന്നിധിയിലെത്തി പതാക കൈമാറി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളങ്കുളം ചന്തവളവിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മറ്റൊരു കാർ വന്നിടിച്ച് അപകടം. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ച കാർ അമിത വേഗതയിലെത്തിയാണ് പാർക്ക് ചെയ്ത വണ്ടിക്കിട്ട് ഇടിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊൻകുന്നം പോലീസ് സ്ഥലത്തെത്തി. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മറ്റക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന റാലിയും പൊതുസമ്മേളനവും നടത്തി. മറ്റക്കര ജ്ഞാനപ്രകാശിനി വായനശാല ഹാളിൽ നടന്ന പൊതുസമ്മേളനം ബാലസംഘം ജില്ലാ രക്ഷാധികാരി അംഗം സജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മേഖലാ പ്രസിഡന്റ് അഞ്ജുമോൾ അധ്യക്ഷയായി. പുതുതലമുറ അവധിക്കാലം ഉപേക്ഷിച്ച് നാടിന്റെ ശുചിത്വത്തിനു വേണ്ടി ഇടപെടുന്നത് നാടിന് മാതൃകയാണെന്ന് ജോസ് കെ മാണി MP. പാലായിൽ സ്നേഹാരാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളും ശുചിത്വ മിഷനും ചേർന്ന് ഒരുക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. മാലിന്യമുക്തമായ പ്രദേശം പൂന്തോട്ടമാക്കി മാറ്റുകയാണ് പദ്ധതി. പാലാ മുനിസിപ്പാലിറ്റി, പാലാ ഗവൺമെന്റ് പോളിടെക്നിക്, NSS ടെക്നിക്കൽ സെല്ലുമായി ചേർന്ന് പാലാ മുനിസിപ്പാലിറ്റിയുടെ പ്രവേശന കവാടമായ മുണ്ടാങ്കൽ വാർഡ് 6 പുലിമലക്കുന്ന് കാനാട്ടുപാറ ഭാഗത്ത് സ്നേഹാരാമം ഒരുക്കി. മാലിന്യം വലിച്ചെറിയുന്നതിനെയും മാലിന്യം സൃഷ്ടിക്കുന്നതിനെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സമിതികൾ, കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തീകരിക്കുക. പദ്ധതിയുടെ ഉദ്ഘാടനം പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ അനി എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോസ് കെ മാണി MP നിർവഹിച്ചു. മുനിസിപ്പൽ വാർഡ് കൌൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ടോബിൻ K. അലക്സ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ അനിത R, സന്തോഷ് CG, വോളണ്ടിയർ സെക്രട്ടറിമാരായ അഭിരാജ്, നന്ദന, പാലാ മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പിന് പാലായിൽ തുടക്കമായി. പാലാ, രാമപുരം ഉപജില്ലകളിലെ കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് നടത്തുന്ന ഉപജില്ലാ ക്യാമ്പുകൾക്ക് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ ആനിമേഷൻ സിനിമ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായി പാലാ, രാമപുരം ഉപജില്ലയിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്യാമ്പാണ് ആരംഭിച്ചത്. കോട്ടയം ജില്ലയിലാകെ വിവിധ സബ് ജില്ലകൾക്കായി 18 ക്യാമ്പുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിലെ ഉള്ളടക്കം. ആദ്യമായി ഈ വർഷം മുതലാണ് AI ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകഥകളെ അടിസ്ഥാനമാക്കി ഓപ്പൺ ട്യൂൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആനിമേഷൻ സിനിമകൾ തയ്യാറാക്കൽ, കെഡിയൻ ലൈവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് ചെയ്യൽ, ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ച് ആനിമേഷൻ ടൈറ്റിൽ തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ ചെയ്യും. പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ പിക്ടോബ്ലാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഗെയിം നിർമ്മാണം, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ, ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തരംതിരിക്കൽ യന്ത്രം തുടങ്ങിയവ തയ്യാറാക്കും. ലിറ്റിൽ കൈറ്റ്സ് പാലാ സബ് ജില്ലാ ക്യാമ്പാണ് 2 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് വന്നവരാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റുട്ടീൻ ക്ലാസ്സസിനേക്കാളും നല്ല രസമായിട്ടാണ് ഇവിടെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ AI പവേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. 3 പേരുടെ മുഖം വേർതിരിച്ചറിയാനും പിന്നെ AI പവേർഡ് ആയിട്ടുള്ള ഒരു ഡോർ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ പഠിച്ചു. ഇന്ന് ആർഡിനോ ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നന്നായിട്ടാണ് ഇവിടെ 2 സാറുമാരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ബോറടിക്കാതെ വളരെ പെട്ടെന്ന് സമയം പോകുന്നു. നന്നായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല അറിവുകൾ സമ്മാനിച്ച ഒരു വേദിയാണിത്. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് ക്യാമ്പിലെ മൊഡ്യൂൾ പരിശീലിപ്പിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത 1015 കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സബ് ജില്ലാ ക്യാമ്പാണ് നടക്കുന്നത്. അത് 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് അവർ 2 വർഷത്തെ പരിശീലനത്തിന് ശേഷം സ്കൂൾ ലെവലിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് ഇവിടെ ക്യാമ്പിന് വന്നിരിക്കുന്നത്. 2 ദിവസത്തെ ക്യാമ്പാണ്. അത് പാലാ, രാമപുരം 2 സബ് ജില്ലകളിലെ കുട്ടികളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ക്യാമ്പിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അനിമേഷൻ്റെ 2 ബാച്ചുകളും പ്രോഗ്രാമിങ്ങിന് 2 ബാച്ചുകളും ഉണ്ട്.
പ്രോഗ്രാമിങ്ങിൽ അർഡിനോ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിംഗ്, ബ്ലോക്ക് കോഡിങ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അനിമേഷനിൽ 2D 3D അനിമേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ സീൻസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫുൾ അനിമേഷൻ ഫിലിം എങ്ങനെ നിർമ്മിക്കും എന്നുള്ളതാണ് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. അതിനകത്തിപ്പം നമ്മൾ സീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് 2D അനിമേഷൻ സോഫ്റ്റ്വെയറിലും ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് 3D അനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡർ ഉപയോഗിച്ചുമാണ്. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളാണ്. അതുപയോഗിച്ച് കുട്ടികൾക്ക് അനിമേഷനിലേക്കൊരു പുതിയ ചുവടുവയ്പ്പിനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ നൽകുന്നത്. ക്യാമ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കൈറ്റ് തയ്യാറാക്കിയ മൊഡ്യൂൾ അടിസ്ഥാനമാക്കി 2 ദിവസത്തെ പ്രത്യേക പരിശീലനം നേടിയ കൈറ്റ് മാസ്റ്റർമാരും സ്കൂൾ IT കോർഡിനേറ്റർമാരുമായിരിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി IDD പ്രോജക്ട് ഓഫീസിന്റെ കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 200 പ്ലാസ്റ്റിക് കസേരകൾ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. മുദ്രവച്ച ടെൻഡറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 11 വൈകിട്ട് 3 മണി വരെ. അന്നേ ദിവസം 4 മണിക്ക് ടെൻഡറുകൾ തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048282027551. ഫിസിക്കലി ചലഞ്ചർ ഓൾ സ്പോർട്സ് അസോസിയേഷൻ, കേരള ഫ്യൂച്ചർ ഒളിമ്പ്യൻസ് പ്രൊഫഷണൽ ആർച്ചറി അക്കാദമി എന്നിവ ചേർന്ന് ഭിന്നശേഷിക്കാർക്കും AAY കാർഡ് നിർധന കുടുംബങ്ങളെ അംഗങ്ങളുമായി വിൻ ഗോൾഡ് ഫോർ ദ പാരാ ഒളിമ്പിക്സ് ആൻഡ് ഒളിമ്പിക്സ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ആർച്ചറി പരിശീലനം മാസം 250 രൂപയും നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. മന്നത്തുള്ള ആർച്ചറി അക്കാദമിയിൽ ജനുവരി 6 മുതൽ ശനി ഞായർ ദിവസങ്ങളിലായി 2 മാസത്തെ സിലക്ഷൻ ട്രയലിലൂടെ തിരഞ്ഞെടുക്കുന്ന 6 ഭിന്നശേഷിക്കാർക്കും മറ്റും 4 പേർക്കുമായി 10 പേർക്കാണ് പരിശീലനത്തിന് അവസരം. ഫോൺ 9809921065. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് സൈബർ സുരക്ഷ അവബോധം പകരുന്നതിന് പോലീസ് സ്റ്റേഷൻ തലത്തിൽ സൈബർ വോളണ്ടിയർമാരെ നിയമിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും സമർപ്പിക്കണം. രജിസ്ട്രേഷൻ സൗജന്യം. സൈബർ വോളണ്ടിയറായി ജോലി ചെയ്യുന്നത് പ്രതിഫലമുണ്ടാകില്ല. വെബ്സൈറ്റ് www.cybercrime.gov.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊളിച്ചുകൊണ്ടിരിക്കുന്ന തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും മണ്ണ് കടത്തുന്നു. പ്രതിപക്ഷ കൗൺസിലർമാർ ലോറി തടഞ്ഞു. പഠന ഗവേഷണ മേഖലകൾക്ക് ഊന്നൽ നൽകി MG സർവകലാശാല ബഡ്ജറ്റ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ സാറ്റലൈറ്റ് ക്യാമ്പസ് സ്ഥാപിക്കും. സ്കൂളുകളിൽ ബോധവൽക്കരണ യജ്ഞം നടത്തും. എലിക്കുളം പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു. പഞ്ചായത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കാൻ ടൂറിസം പദ്ധതികൾക്ക് കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.